Hello friends. IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഏറെ നാളായി കാത്തിരുന്ന RRB ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം റെയിൽവേ RRB ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെന്റേറ്റീവ് ഷെഡ്യൂൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാർച്ച് മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഇപ്പോൾ എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത്, അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യത വന്നിട്ടുണ്ട്. അതുപോലെ 9000-ഓളം വേക്കൻസിയിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നത്. അത് ഏതൊക്കെ പോസ്റ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റും എല്ലാം വ്യക്തമായിട്ട് ഈ ഡീറ്റെയിൽസിൽ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 2/2024 പ്രകാരമാണ് ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വരാൻ പോകുന്നത്. അതിൽ കൃത്യമായിട്ട് ഒരു ഡേറ്റ് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് മാർച്ച് 9 അപ്പം മാർച്ച് 9 മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതുപോലെ ലാസ്റ്റ് ഡേറ്റിന് പറയുന്നുണ്ട് ഏപ്രിൽ 8 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഒരു മാസമുണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന 9 നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആവുന്നതായിരിക്കും. അത് ത്രൂ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ 9000 വേക്കൻസിയിലോട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിൽ 2 പോസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ 9000 വേക്കൻസി പോകുന്നത്. അതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3-ൽ 7900 വേക്കൻസിയും അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് 1100 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 9000 വേക്കൻസിയിലോട്ടാണ് നോട്ടിഫിക്കേഷൻ പുറത്ത് വരുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 2-ൻ്റെ പേ സ്കെയിൽ ഒരു പറയുന്നുണ്ട്, ലെവൽ 2 പേ സ്കെയിലാണ് വരുന്നത്. അതുപോലെ ഇനിഷ്യൽ പേ 19,900 ഇനിഷ്യൽ പേ വരുന്നത്. അതിൽ ഒരുപാട് അലവൻസ് ഒക്കെ ഉണ്ടാവും. അലവൻസ് കൂട്ടിക്കഴിഞ്ഞിട്ട് സാലറി ഡിഫറൻസ് വരും. അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും അതിൽ കൂടുതൽ ഡീറ്റെയിൽ വരുന്നത്. നമ്മൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട് ഓരോ പോസ്റ്റിനും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഏജ് ലിമിറ്റ് 18 മുതൽ 33 വയസ്സ് വരെയാണ്. അപ്പോൾ 18 മുതൽ 33 വയസ്സ് വരെ പ്രായപരിധിയുള്ള IT കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 2-ൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ITA ആണ്. അതായത് റെലവൻറ്റ് ട്രേഡിൽ ITA ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഫിറ്ററിലാണ് നിങ്ങൾക്ക് ITA ട്രേഡ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഫിറ്ററിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഡിപ്ലോമ ബിടെക്കാരൊന്നും ഈ പോസ്റ്റിലോട്ട് എലിജിബിൾ അല്ല. ഓക്കെ, ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഡീറ്റെയിൽസ് നോക്കാം. ലെവൽ 5 സ്കെയിലാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിനുള്ളത്. 29,200 ഇനിഷ്യൽ പേ വരുന്നത്. അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1-ൻ്റെ ക്വാളിഫിക്കേഷനോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ടതുണ്ട്. എന്തായാലും ലെവൽ 5 പേ സ്കെയിൽ വരുന്നുണ്ട്. നമുക്ക് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് മോഡ് ഓഫ് എക്സാമിനേഷൻ നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. നമുക്കറിയാം ലാസ്റ്റ് 2018 ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അന്ന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമായിട്ട് രണ്ടും കൂടെ ചേർന്നിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ഇതിൻ്റെയും എക്സാം പാറ്റേൺ എല്ലാ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമായിട്ട് സിമിലർ ആണ്. CBT 1 CBT 2 ഉണ്ടാവും. പിന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞാൽ CBAT ഇതിനുണ്ടാവില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് മാത്രമാണുള്ളത്. ബാക്കി എല്ലാ സിലബസ് ആയാലും ശരി, എക്സാമിനേഷൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ആയാലും ശരി, എല്ലാം സിമിലർ ആണ്. സോ ALP വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ഈ ടെക്നീഷ്യനും ഒരുമിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി എക്സാമിനേഷൻ ഫീയുടെ ഡീറ്റെയിൽസ് നോക്കാം. 500 എക്സാമിനേഷൻ ഫീ വരുന്നത്. 500 ആണ്. അതിൽ നിങ്ങൾ CBT 1 അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 400 റുപ്പീസ് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വരും. അതുപോലെ SC ST എക്സ് സർവീസ്മാൻ PWBD ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇവർക്കൊക്കെ 250 എക്സാമിനേഷൻ ഫീ വരുന്നത്. ഇതും CBT 1 അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തിരിച്ച് റീഫണ്ടബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ടെക്നീഷ്യൻ്റെ ALPയുടെ എല്ലാം സെയിം സിലബസും അതുപോലെ സെയിം സ്ട്രക്ചർ തന്നെയാണ് എക്സാമിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ പ്രിപ്പറേഷൻ മാത്രം മതി ഈ പറയുന്ന 2 എക്സാമും ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിന് നമുക്ക് ALPക്ക് ടെക്നീഷ്യന് വേണ്ടിയിട്ടുള്ളൊരു ഇൻറ്റൻസീവ് ബാച്ച് അവൈലബിൾ ആണ്. ലൈവ് റെക്കോർഡ് ക്ലാസ്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, പിന്നെ അസസ്മെൻറ്റ് ടെസ്റ്റ് മുതലായവയെല്ലാം ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. പിന്നെ നിങ്ങൾക്കൊരു എക്സാം വരെയും ഗൈഡൻസിനായിട്ടൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഈ കോഴ്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഹെൽപ്പുകളോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയും നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം, അത് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കിട്ടിയ അവസരം നിങ്ങൾ യാതൊരു കാരണവശാലും പാഴാക്കരുത്. അപ്പോൾ ഇനി RRB ടെക്നീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.